വയർ എങ്ങനെ കുറക്കാം എന്നുള്ള വളരെ രസകരമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കമൻറ്റുകളും ചോദ്യങ്ങളും ഒക്കെ നമുക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ അത്തരത്തിൽപ്പെട്ട ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നിയൊരു ചോദ്യമായിരുന്നു, എങ്ങനെയാണ് നമുക്ക് ഭക്ഷണം നിയന്ത്രിക്കാൻ പറ്റുക എന്നുള്ളത്. കാരണം ഭക്ഷണം നമ്മുടെ ഉള്ളിലേക്ക് അമിതമായിട്ട് ചെല്ലുമ്പോഴാണ് അത് ഫാറ്റായിട്ട് മാറുകയും നമ്മുടെ ശരീരത്തിൽ അത് സ്റ്റോർ ചെയ്യപ്പെടുകയും അത് പിന്നീട് അമിത ഭാരത്തിലേക്കും അമിതമായിട്ടുള്ള സൈസിലേക്കും അതുപോലെ തന്നെ വയറ് ചാടുക പോലെയുള്ള കാര്യങ്ങളിലേക്കും ഒക്കെ നയിക്കുന്നത്. ഭക്ഷണത്തിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ അക്കാര്യമാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്കൊരു ഇൻസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷൻ ആയിക്കൊണ്ട് നിങ്ങളുടെ ഡിവൈസിലേക്ക് എത്തുന്നതാണ്. എല്ലാവർക്കും അറിയാലോ, ഈ അമിതമായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ടെൻഡൻസി അത് ഒരു തലച്ചോറിൻ്റെ ഒരു സെറ്റിങ്സാണ്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. നമ്മുടെ ജനറ്റിക്കലായിട്ട് വരെ ആളുകൾ അത് പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ്, അന്നജം കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക വളരെ എല്ലാവർക്കും താല്പര്യമുള്ള ഒരു കാര്യമാണ്. ചോറ് കഴിക്കുക, അതുപോലെ അതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ചപ്പാത്തി ആണെങ്കിൽ അങ്ങനെയുള്ള ഈ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നമ്മുടെ തലച്ചോറിന് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. അത് ജനറ്റിക്കലാണ് എന്ന് വരെ ചില പഠനങ്ങൾ പറയാറുണ്ട്. കാരണം നമ്മുടെ പൂർവികന്മാർ അവർക്ക് കൂടുതൽ എനർജി വേണ്ടുന്ന ഘട്ടങ്ങളിൽ അവർ ഈ കാർബോഹൈഡ്രേറ്റ് കഴിക്കുകയും അത് പെട്ടെന്നൊരു എനർജി ബൂസ്റ്റിലേക്ക് നയിക്കുകയും പെട്ടെന്നൊരു ഊർജ്ജം നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും അപ്പോൾ അത് വെച്ചിട്ട് അവർ കൂടുതൽ കായികമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തു. അത് പിന്നീട് നമുക്ക് തലമുറകളായിട്ട് മാറിയിട്ട് വന്നതാണ് ഈ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കാനുള്ള ഒരു ടെൻഡൻസി എന്ന് പറയപ്പെടാറുണ്ട്. നമുക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ തലച്ചോറിൽ പ്രത്യേകമായിട്ടുള്ള രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിപ്രഷനൊക്കെ ഉള്ള ആളുകൾ, നല്ല ടെൻഷനൊക്കെ ഉള്ള ആളുകൾ നല്ല ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുമ്പോൾ ആ ടെൻഷൻ കുറയാറുണ്ട് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മൾ സൈക്കോളജിക്കലി ആണ് കൂടുതലായിട്ട് ഇതിനെ സമീപിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല അപ്പോൾ പല ആളുകൾ പല രീതിയിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പോൾ പാത്രത്തിൻ്റെ സൈസ് കുറക്കാൻ പറയാറുണ്ട്. വലിയ പാത്രത്തിൽ കഴിക്കുന്ന ആളുകൾ ആ പാത്രം ചെറുതാക്കിയിട്ട് ചെറിയ പാത്രത്തിൽ കഴിക്കുക പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ. സ്നാക്സ് കഴിച്ചുകൊണ്ടിരിക്കുക, ഇപ്പോൾ വയറ് അമിതമായിട്ട് നമുക്ക് വിശക്കാൻ സമ്മതിക്കാതിരിക്കുക അല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് വിശക്കില്ല. അപ്പം നമ്മൾ മെയിൻ ഡിന്നറോ അല്ലെങ്കിൽ ലഞ്ചോ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് കഴിക്കേണ്ട ആവശ്യം വരില്ല. കാരണം നമുക്ക് ഓൾറെഡി സ്നാക്സിലൂടെ വിശപ്പിന് കുറച്ച് ശമനം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണ്ട. ആ കൂട്ടത്തിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അതിലൊന്നാമത്തെ കാര്യമാണ്, ഈ മേഖലയിലുള്ള എല്ലാ ആളുകളും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് എക്സ്പീരിയൻസ് യുവർ ഫുഡ് എന്നുള്ളത്. നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണം ആസ്വദിച്ച് അല്ലെങ്കിൽ അത് അനുഭവിച്ച് കഴിക്കുക. നന്നായിട്ടൊന്ന് സ്മെല്ല് ചെയ്യുന്നത് ഒരു നല്ല മാർഗ്ഗമാണ്. ഇപ്പോൾ നമ്മുടെ ഫുഡ് ഒന്ന് സ്മെല്ല് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ തലച്ചോറിന് ഭക്ഷണം കിട്ടിയ ഒരു പ്രതീതി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഭക്ഷണം കൂടി നമുക്ക് ഉള്ളിലേക്ക് എത്തിച്ചാൽ മതിയും. അപ്പം നന്നായിട്ട് സ്മെല്ല് ചെയ്യുക, അതുപോലെ തന്നെ ചവച്ചരച്ച് ആസ്വദിച്ച് കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഫുഡിൻ്റെ ഒരു ക്ലിയർ പിക്ചർ ഉണ്ടാക്കുക. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അമിതമായ ഭക്ഷണം നിയന്ത്രിക്കാൻ ഒരുപാട് സഹായിക്കും. രണ്ടാമത്തെ ഒരു കാര്യമാണ് ഡിം ലൈറ്റിലിരുന്നിട്ട് അഥവാ മങ്ങിയ വെളിച്ചത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളത്. ഈ നല്ല ലൈറ്റുള്ള സ്ഥലത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ അത് കുറഞ്ഞ അളവിൽ മാത്രം നമുക്ക് കഴിക്കേണ്ട ആവശ്യം വരികയുള്ളൂ എന്നുള്ള കാര്യങ്ങൾ പഠനങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും തന്നെ എന്ത് ചെയ്യരുത്, ഡിം ലൈറ്റിൽ ഭക്ഷണം കഴിക്കരുത്. നമുക്ക് ഹോട്ടലുകളൊക്കെ നമുക്കറിയാം, റെസ്റ്റോറൻറ്റുകളൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അവിടെയൊക്കെ ഡിം ലൈറ്റ്സ് ഉപയോഗിക്കും. കാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതൊക്കെ ഭക്ഷണം കഴിക്കാനുള്ള ടെൻഡൻസി കൂട്ടുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. കൂട്ടത്തിൽ ഒരു ലൈറ്റ് മ്യൂസിക് കൂടി ഉണ്ടെങ്കിൽ, ഒരു ചെറിയ മ്യൂസിക് കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് പഠനങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ആ കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ബ്ലൂ ലൈറ്റ്സ്, നീല നിറമുള്ള വെളിച്ചം, അത് ഭക്ഷണം കഴിക്കുന്നതിനെ കുറക്കും. അതായത് നമുക്ക് പെട്ടെന്ന് തൃപ്തി വരാൻ കാരണമാകും എന്ന് പറയപ്പെടാറുണ്ട്. അതുകൊണ്ട് ഈ മേഖലയിലുള്ള ഡോക്ടർ മാൻഡൽ പോലെയുള്ള ആളുകളൊക്കെ അവർ റെക്കമെൻഡ് ചെയ്യാറുണ്ട് ഈ ബ്ലൂ പ്ലേറ്റിൽ വെച്ചിട്ട് നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് അത് നീല നിറത്തിലുള്ള പ്ലേറ്റ് ആക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നീല നിറത്തിൽ ഉള്ള പ്ലേറ്റിൽ കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ടറി അല്ലെങ്കിൽ കൂടുതൽ കഴിക്കുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറയപ്പെടാറുണ്ട്.
ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ് ഒരു കണ്ണാടിയുടെ മുമ്പിലിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ഇതും ചില പഠനങ്ങളിലൂടെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു കണ്ണാടിക്ക് മുമ്പിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ പല രീതിയിലുള്ള അവലോകനങ്ങൾ നടക്കും. നമ്മുടെ ബ്രെയിനിൽ നമ്മളറിയാതെയുള്ള ഒരുപാട് അവലോകനങ്ങൾ നടക്കും. അതിൽ നമ്മുടെ ശരീരത്തിനെ തന്നെ കാണും, നമ്മൾ കഴിക്കുന്ന രീതി നമ്മൾ കാണും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് കണ്ണാടിക്ക് മുമ്പിലിരുന്ന് അല്ലെങ്കിൽ കണ്ണാടിയുള്ള റൂമിലിരുന്നിട്ടൊക്കെ ഭക്ഷണം കഴിക്കുന്നത് ഒരുപാട് ഭക്ഷണം കഴിക്കുന്നതിന് പ്രിവെൻറ്റ് ചെയ്യും, അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയപ്പെടാറുണ്ട്. ഇനി നാലാമത്തെ ഒരു കാര്യമാണ്, ഇത് കേട്ടപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായിപ്പോയി. കാരണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ഭക്ഷണം അമിതമായിട്ട് കഴിക്കുന്നതിനെ തടയും എന്നുള്ള ചെറിയൊരു പഠനമുണ്ട്. ചില ആൾക്കാർക്കുള്ള ഒരു ഹോബിയാണ് ഭക്ഷണം മുന്നിലെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക, എന്നിട്ട് അത് കുറച്ച് കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്തിട്ട് അത് പോസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഒരു ഫോട്ടോ എടുത്ത് നമ്മൾ അതിലേക്ക് നോക്കുമ്പോൾ നോക്കുന്ന കാര്യം അത് അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നതിനെ തടയും എന്ന് പറയപ്പെടാറുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയ അമിതമായിട്ട് ഭക്ഷണം കഴിക്കാനും ആളുകൾ നിർബന്ധിക്കും. കാരണം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടൊക്കെ ഭക്ഷണം കഴിക്കും. അപ്പം ഭക്ഷണത്തിനെ പറ്റി ശ്രദ്ധ ഉണ്ടാവില്ല, നമ്മളതിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് അമിതമായിട്ട് വണ്ണം വെക്കാനും നമ്മുടെ കൊഴുപ്പ് ശരീരത്തിൽ അടിഞ്ഞുകൂടാനൊക്കെ കാരണമാവാറുണ്ട്. അതുപോലെ തന്നെയാണ് ടെലിവിഷൻ കണ്ടുകൊണ്ട് ഭക്ഷണം ശ്രദ്ധിക്കാതെ കഴിക്കുന്നത്. ടെലിവിഷൻ ഇങ്ങനെ നോക്കുക, അതിങ്ങനെ കാണുക, കൂട്ടത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, അതും അമിതമായിട്ട് ഭക്ഷണം കഴിക്കാൻ സഹായിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത് രണ്ടും അല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫോട്ടോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നത് അത് നമ്മുടെ അമിതമായിട്ടുള്ള ഭക്ഷണ രീതികളെ നിയന്ത്രിക്കും എന്നുള്ള ചെറിയൊരു പഠനം ഇതിൻ്റെ കൂട്ടത്തിൽ പങ്കുവെക്കുകയാണ്. ഇനി അഞ്ചാമത്തതും ഈ വീഡിയോയിൽ അവസാനത്തേതുമായിട്ടുള്ള കാര്യമാണ് ചൂയിങ്കം കഴിക്കുക എന്നുള്ളത്. ചൂയിങ്കം നമ്മുടെ വിശപ്പിനെ കൊല്ലും എന്ന് പഠനങ്ങളിലൂടെ വന്നിട്ടുണ്ട്. നമ്മൾ ചൂയിങ്കം നമുക്ക് നന്നായിട്ട് വിശപ്പ് തോന്നുന്ന സമയത്ത് ഒരു ചൂയിങ്കം എടുത്തിട്ട് കഴിക്കുക. ആ കഴിക്കുന്ന സമയത്ത് നമുക്ക് വിശപ്പ് കുറയാനും അല്ലെങ്കിൽ പിന്നീട് നെക്സ്റ്റ് മീൽ അടുത്ത ഒരു ഭക്ഷണം നമുക്ക് ഒരുപാട് കഴിക്കുന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവാതിരിക്കാനൊക്കെ സഹായിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ ഈ ചൂയിങ്കം സെലക്ട് ചെയ്യുമ്പം ഒരുപാട് ഷുഗറുള്ള ചൂയിങ്കം ഒന്നും സെലക്ട് ചെയ്യാതിരിക്കുക. നല്ല ക്വാളിറ്റിയുള്ള ചൂയിങ്കം സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അത് നമ്മുടെ ഈ ഒരു കാര്യത്തിൽ സഹായിക്കുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും നല്ല വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ഗുഡ് ബൈ.